ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2.6 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപതി വീഡിയോസ് കാണുന്നത് നിർബന്ധമാണ്, കാരണം കണക്ഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് ചെയ്തതാണ്, ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ കണ്ടതാണ്. ബോർഡ് എക്സാം ഫുൾ അടിക്കണം, അതുപോലെ കോമ്പറ്റീവ് എക്സാമിൻ്റെ ബേസ് ഒക്കെ സെറ്റ് ആവണം. നിങ്ങൾ ഷുവർ NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിന് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ടൈം കളയേണ്ട, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് അതിനെങ്ങനെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ, കോൺസെപ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3 capacitors, each of capacitance 9 picofarad are connected in series. എന്നിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് രണ്ടും ഒരുമിച്ച് തന്നെ ചെയ്യാം. എന്തൊക്കെയാണ് 2 ക്വസ്റ്റ്യൻ എന്ന് ആദ്യം വായിച്ചു നോക്കട്ടെ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ബി പാർട്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമ്മൾ വോൾട്ടേജ് കേട്ടോ, അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 120 വോൾട്ട് സപ്ലൈ. അപ്പോൾ ഏതൊക്കെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടല്ലേ? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്, ബട്ട് വളരെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. അതിൽ സീരീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പം പറയുന്ന പോലെ പിക്ചറൈസ് ചെയ്യുന്നത് കുറച്ചൊന്ന് നന്നായിരിക്കും. 3 കപ്പാസിറ്റേഴ്സ് ഇവർ മൂന്നാളും എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവൻ്റെ ഫസ്റ്റ് ഉണ്ട് C1, C2, C3 എന്നാണ് കപ്പാസിറ്റൻസ് വിളിക്കാം നമുക്ക്. അപ്പോൾ മൂന്നാളും സെയിം കപ്പാസിറ്റൻസ് ആണെന്നാണ് പറയുന്നത്. C1, C2, C3 മൂന്നാളുടെയും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 9 picofarad. 9 × 10⁻⁻12 ഫാരഡാണ്. എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ്, സീരീസിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ? സീരീസ് എന്ന് പറയുമ്പോൾ 1/CS ആണ്. നമ്മൾ റെസിസ്റ്റേഴ്സ് അല്ല, കപ്പാസിറ്ററാണ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ത് ചെയ്യാം? 1/CS = 1/C1 + 1/C2 + 1/C3. ഇത് ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് മുകളിൽ ഭാഗത്ത് വായിച്ചിട്ട് വാല്യൂസ് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? നമുക്കുള്ള വാല്യൂസ് 1/CS = 1/CS ആണ്. അതൊന്ന് ശ്രദ്ധിക്കണേ. 1/CS = 1/C1 + 1/C2 + 1/C3 എന്നാണ്. 1/9 picofarad + 1/9 picofarad + 1/9. അങ്ങനെ 3 പ്രാവശ്യം വാല്യൂ ചെയ്യുന്നതിനേക്കാളും നല്ല എന്ത് ചെയ്താൽ മതി? 3 × 1/9 × 10⁻⁻12 എന്ന് എഴുതിയാൽ പോരെ. 3 × 1/9 × 10⁻⁻12. കാരണം പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്, ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 9ഉം 3ഉം കട്ടാകുമ്പോൾ ഇപ്പോൾ താഴെ ആരുണ്ടാകും? 1/9 3 കട്ട് ചെയ്യുമ്പോൾ 3 ഉണ്ടാവും അല്ലേ? 1/3 × 10⁻⁻12 എന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. അത് ആരാണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആരാണ്? 1/CS ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി CS? അപ്പോൾ തല തിരിച്ചിടാം. അപ്പോൾ CS = ആരാണ്? 3 × 10⁻⁻12 ഫാരഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ 3 കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് 1/CS = എന്താണ് ഇക്വേഷൻ മക്കളെ? 1/C1 + 1/C2 + 1/C3. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ അത് ചെയ്ത് റെസിപ്രോക്കൽ എടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. അത് ഓർമ്മ വേണം. 3 × 10⁻⁻12. എന്നിട്ട് ബി പാർട്ട് എന്താ പറയുന്നത്? ഇവർ ഈ 3 കപ്പാസിറ്റേഴ്സും വോൾട്ടേജ് സോഴ്സ് നമ്മൾ നേരത്തെ വരച്ചില്ലേ? ഈ 3 കപ്പാസിറ്റേഴ്സ് ഒരു വോൾട്ടേജ് സോഴ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് 120 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ കപ്പാസിറ്റേഴ്സിന് അക്രോസ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഇവൻക്ക് അക്രോസ് എത്ര, ഇവൻക്ക് അക്രോസ് എത്ര. കാരണം സീരീസിൽ ചാർജ് ആണ് സെയിം. ഇവിടെ Q ആണ്. ചാർജ് സെയിം ആണ്, പക്ഷേ എന്ത് ഡിഫറൻ്റ് ആണ്? വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? V1 കണ്ടുപിടിക്കണം. കഴിഞ്ഞുവോ? ഇല്ല. V2 കണ്ടുപിടിക്കണം. കഴിഞ്ഞുവോ? ഇല്ല. ആരും കൂടി കണ്ടുപിടിക്കണം? V3 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് ബി പാർട്ട്. അപ്പോൾ ബി പാർട്ടാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളത്. ബി പാർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഒരു കാര്യമാണ്, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? C = Q/V. ഇത് പഠിച്ചു നോക്കണം. C = Q/V. അങ്ങനെയാണ് ഫ്രം ദിസ് ഇക്വേഷൻ വാട്ട് ഈസ് V? V = Q/C. അപ്പോൾ നമുക്ക് V1 കണ്ടുപിടിക്കണമെങ്കിലോ Q1 എന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ എന്താ? Q/C1. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് നേതാ V1 എന്ന് പറഞ്ഞാൽ എന്താ? Q/C1 ആണ്. എന്തുകൊണ്ട് Q1 എന്ന് വിളിക്കാത്തത്? കാരണം ഇവരെല്ലാവരുടെയും ചാർജ്, ഇവരൊക്കെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് സെയിം ആണ്, സീരീസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാർജ് അറിയില്ല. ക്വസ്റ്റ്യൻ ഇതുവരെ ചാർജിനെ കുറിച്ച് ഒരു സംസാരമില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചാർജ് കണ്ടുപിടിക്കണം. അതാണ് നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഫ്രം ദിസ് ജനറൽ ഇക്വേഷൻ ഇല്ലേ, C = Q/V യിൽ നിന്ന് ഞാൻ ഇതിൽ Q ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. Q = ആരാണ് വരിക? C × V. ആ V ആരാ? അതാണ് നമ്മൾ ഓവറോൾ കൊടുത്ത വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന എത്രയാണ്. പിന്നെ ഈ C ആരാ? അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ തൊട്ടുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ ആൻസർ തെറ്റിയാൽ നമുക്ക് ഇത് കിട്ടൂല. അപ്പോൾ 3 × 10⁻⁻12 വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണ്? 120 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 120 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ആണ്.
360 ഇൻറ്റു 10⁻⁻12 അത്രയും കൂളോമാണ് നമുക്ക് അവിടെ കിട്ടുക. അത്രയും കൂളോം 360 ഇൻറ്റു 10⁻⁻12 കൂളോം. ഇതാണ് നമ്മുടെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സംഭവം എല്ലാം സെറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അപ്പോൾ V1 ഇസ് ഈക്വൽ ടു അത് വരിക V1 ഇസ് ഈക്വൽ ടു ആര് വരും Q ഡിവൈഡഡ് ബൈ C1. ആ Q കിട്ടിയിട്ടുണ്ട്. ആ Q ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് സ്ലോ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. പോസ് ചെയ്ത് കണ്ട് തീർത്താൽ മതി. 360 ഇൻറ്റു നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതൊരു ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ലെവൽ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. തൊട്ടുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ഏത് ലെവൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ C1 എത്രയാണ് ഒരാൾ 9 പൈക്കോഫാരഡിനെ ഫാരഡ് ആക്കുമ്പോൾ 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 10⁻⁻12ഉം ഈ 10⁻⁻12ഉം ക്യാൻസൽ. അപ്പോൾ ആരാണ്ടാവുക 360/9 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ 40 അല്ലേ. അത്രയും വോൾട്ട്. യൂണിറ്റും കൂടി എപ്പോഴും എഴുതിയെടുക്കണം, മറന്നു പോകരുത്. അപ്പം നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് V1 കിട്ടിയിട്ടുണ്ട്. സിമിലർലി V2 കണ്ടുപിടിക്കണം. V2 നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. കാരണം V2ൻ്റെ ഇക്വേഷൻ എന്താ വരിക Q ഡിവൈഡഡ് ബൈ C2. Qൻ്റെ വാല്യൂ എത്രയാണ് 360 ആണ്. അതിൽ മാറ്റൂല 360 ആണ്. 360 ഇൻറ്റു 10⁻12 അത്രയും കൂളോമാണ്. ഓക്കെ ഡിവൈഡ് ബൈ C2 എന്താ അത് 9 ഇൻറ്റു 10 കാരണം മൂന്നാളുടെയും കപ്പാസിറ്റി സെയിം ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല. അത് എത്ര തന്നെയാണ് വരിക 40 വോൾട്ട്. അതേപോലെ V3 എത്ര വരിക 40 വോൾട്ട്. അപ്പോൾ മൂന്നാളുടെയും വോൾട്ടേജ് എത്രയാണ് സെയിം ആണ്. കാരണം എന്തുകൊണ്ടാണ് സെയിം ആവുന്നത് ഇവിടെ കപ്പാസിറ്റൻസ് സെയിം ആയതുകൊണ്ട്. അപ്പോൾ ഈ 3 വോൾട്ടേജും കൂട്ടിയാൽ 40+40+ V2ൻ്റെ വാല്യൂ 40 V3ൻ്റെ വാല്യൂ 40 അങ്ങനെ മൂന്നാളും സമ്മപ്പ് ചെയ്താൽ 40+40+40 എത്രയാണ് 120 വോൾട്ട്. ഈ വോൾട്ടേജാണ് നമ്മൾ ഓവറോൾ കൊടുത്തത്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് ശരിയാണെന്ന് അറിയണമെങ്കിൽ ഈ 3 വോൾട്ടേജും കൂടി സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് ഇല്ലേ ആ വോൾട്ടേജ് 120 ആണ്. 120 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ മൂന്നാളും 40+40+40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട് 120 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായി. മക്കൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അത് പ്ലേലിസ്റ്റിൽ നമ്മൾ നേരത്തെ പോലെ കോൺസെപ്റ്റ് വൈസ് വീഡിയോസ് പ്രാക്ടിക്കൽ വീഡിയോസിലും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നെക്സ്റ്റ് സെഷൻ നമുക്ക് അടുത്ത ദിവസമായിട്ട് വീണ്ടും കാണാം. ഓക്കെ താങ്ക് യു.